ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു റംല യൂട്യൂബ് ചാനൽ. എൻ്റെ സ്വന്തം ചാനൽ ആർക്കും തരില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷോപ്പിലാണ്. ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഓരോ ന്യൂസുകളും ഇങ്ങനെ രാവിലെ കണ്ടു നോക്കുമ്പോൾ ദിയ കൃഷ്ണയുടെ ന്യൂസ്, എന്ത് കള്ളന്മാരാണ് ആ 3 പെൺകുട്ടികളും. ഇങ്ങനെ പഠിച്ച കള്ളന്മാരെന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളന്മാർ സത്യം. കാരണം ഞാൻ ഇവിടെ മുന്നിക്ക് തോന്നണോ 3 വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഇതിന് മുന്നേ 3 വർഷം ഇതിൻ്റെ അപ്പുറത്തെ ഷോപ്പിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. എന്നെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, എനിക്ക് കമ്പ്യൂട്ടറിലൊന്നും വില അടിക്കാൻ പറ്റില്ല. ഞാൻ സാധാ കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഒരു ഇതില്ല. ഞാൻ സാധാ ഇപ്പം ഒരാൾ ടോപ്പ് എടുത്തുനിന്ന് അതിങ്ങനെ ഇങ്ങനെ തന്നെ ഞാൻ എഴുതും. എനിക്കൊരു ബുക്ക് തന്നിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആ ബുക്കിൽ ഞാൻ ടോപ്പ് അതിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതും. ഇപ്പോൾ പാൻറ്റീസ് ആണെങ്കിൽ പോയാൽ പാൻറ്റീസ് എന്ന് പറയും, ഷോളാണ് പോയാന്ന് വെച്ചാൽ ഷോൾ എന്ന് പറയും, നൈറ്റിയാണ് പോയാന്ന് വെച്ചാൽ നൈറ്റി എന്ന് പറയും. അങ്ങനെ അപ്പം തന്നെ എഴുതിയിട്ട് ചേച്ചി വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുക ഇന്ന സാധനങ്ങളാണ് പോയതെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നിട്ട് കമ്പ്യൂട്ടറിൽ അടിക്കുകയാണ് ചെയ്യുക. ചേച്ചി വന്നിട്ട് കമ്പ്യൂട്ടറിൽ അടിക്കും. ഒരു 1.5 വർഷമായി നോണ്ടാറ്റിങ്ങ ജോലിക്കുന്നു. ഈ 1.5 വർഷം ഇവരൊരു 10,000 രൂപയൊക്കെ അക്കൗണ്ടിൽ വന്ന ഒരു 3 ആൾ കൂടി ഷെയർ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ എന്ത് വലിയ കള്ളന്മാരാണെന്നൊന്നും ആലോചിച്ച് നോക്കിയൊക്കെ. എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ന്യൂസുകാരെ മുന്നിൽ വന്ന് ചിരിച്ചിട്ട് ജാതിയെ പറഞ്ഞു. ഇപ്പം ഉണ്ടല്ലോ, പെണ്ണായാലും ആണായാലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലുണ്ട് അപ്പം തൊട്ട് സ്ത്രീ പീഡനമായി, തൊട്ടില്ല സ്ത്രീ പീഡനമായി, തൊട്ടാലും തൊട്ടില്ലെങ്കിലും ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും കൊണ്ടുപോയിട്ടിടെ. ഇപ്പം എന്തായി പെൺകുട്ടികൾക്കും 100% പഠിച്ച കള്ളികളെന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളി. കാരണം ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനോടൊക്കെ ഇങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ പെണ്ണിനോട് തന്നെ ഇങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിലൊക്കെ കുറേ അനുഭവങ്ങൾ കിട്ടിയുള്ളതാണ്. പെണ്ണുങ്ങളോട് തന്നെ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കും. ആ പെൺകുട്ടി എല്ലാ ഫംഗ്ഷനും ഞാൻ ഒരു വിധം അവരെ യൂട്യൂബ് ചാനലും ഞാനിവിടെ ചേച്ചിയൊക്കെ കൂടിയിട്ട് അവർ മാലയുടെ കമ്മലിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയിട്ടില്ലേ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ നമ്മളത് ഇടാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാം. ഞാൻ ചേച്ചിനോ നല്ല ഭംഗിയുണ്ട്, നമുക്ക് അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ടാവും ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിനോട് നല്ല അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് കാലമായിട്ട് ഒരു കച്ചവടവും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ പ്രഗ്നൻസി കാര്യങ്ങളായിട്ട് ഇതാക്കുമ്പോൾ കട്ടെന്ന് പറയുമ്പോൾ ഞാൻ അഥവാ എനിക്ക് ഇവിടെ നിന്നാണ് പോയാണ്ടല്ലേ, അഥവാ ചേച്ചിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല, ചേച്ചി ഇന്ന കാര്യം ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിൽ വന്നാൽ 100 രൂപ എടുത്ത് കൊടുക്കും. ഇവിടുന്ന് തന്നെ കാശിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുക. കുറിക്കായാലും ചിലപ്പോൾ ഞാൻ വിട്ടുപോയാലും ഞാൻ വീട്ടിൽ പോയാലും ചേച്ചി വന്ന് വൈകുന്നേരം വരുമ്പോൾ ബില്ലടിക്കുമ്പോൾ റംലു 1000 രൂപ. അപ്പോൾ ചേച്ചിക്ക് അറിയാം 1000 രൂപ കുറവാണെങ്കിൽ അറിയാം. ചേച്ചി അപ്പം കുറിയുടെ ബുക്ക് എടുത്ത് നോക്കും. കുറിയുടെ ബുക്ക്. കാരണം എനിക്ക് ഇവർ ചിന്തിക്കണില്ല, ഒരാളെ 10 രൂപ എടുത്താൽ നമുക്കത് 20 ഓപ്പോസിറ്റ് സൈഡിൽ അത് നമുക്ക് പോകണമെന്നുള്ള കാര്യം ഇവർ ചിന്തിക്കണില്ല. ഇപ്പോൾ അന്നൊക്കെ ഒരു വാർത്തയിൽ വന്ന് നിൽക്കുമ്പോൾ 3 എണ്ണം ചിരിച്ചിട്ട് എന്താണെന്ന് വാർത്തയിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ന്യൂസ് കണ്ടിട്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ. ഇവരുടെ അഭിനയം ഉണ്ടല്ലോ, എന്തഭിനയം. ഇങ്ങനെയൊക്കെ അഭിനയിക്കും ആൾക്കാർ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ ഇങ്ങനെയും ഇതാക്കാണ്ട് വന്നിട്ട് ഇപ്പാണെങ്കിലോ മുങ്ങി. എവിടേക്കത് മുങ്ങി? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? നമ്മളൊരാളോട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ കട്ടിട്ടില്ലെങ്കിൽ എൻ്റെ മൊബൈൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇതെൻ്റെ ഫോൺ എടുത്തോ, നിങ്ങൾ നോക്കിക്കോ എവിടേക്കാണ് പോയത്, എന്താണ് തെറ്റ്. ഇത് അന്ന് വരുമ്പോൾ അവർക്ക് അങ്ങനെ പ്രശ്നമായതുകൊണ്ട് അവരെ ഇത് മാറ്റി അത് മാറ്റി എൻ്റെ പൊന്നേറ്റിങ്ങൾ. നമ്മളുണ്ടല്ലോ ഇല്ലായ്മയിൽ നിന്ന് കുറച്ച് ഒരു 10 രൂപ ആദ്യം കട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കതൊരു ധൈര്യവും. പിന്നെ നമ്മൾ 20 അത് കക്കാൻ തുടങ്ങും. എന്തിന് ആ 10 രൂപ കക്കണം കാടി മുന്നേ ചിന്തിക്കുക, ഈ 10 രൂപ ഞാൻ കട്ടെങ്കിൽ
അപ്പുറത്ത് അത് 20 രൂപ ആയിട്ട് കൊണ്ടുപോയി കളയേണ്ടി വരും. ഒരു ചെറിയ ഇന്നത്തെ കാലത്തിട്ടല്ലോ ഒരു ചെറിയൊരു സൂചി കുത്തിയാൽ മതി. അത് അവിടുന്ന് പഴുപ്പായി ഇതായി മറ്റേതായി മറിച്ചതായി. ഇതിൻ്റെ ഇരട്ടി ഇവർക്ക് ഓപ്പോസിറ്റ് ഇതിൽ ചിലവായിടോ. 10 റുപ്യ എടുത്താൽ പിന്നെ 20 എടുക്കാമല്ലോ, പിന്നെ 30 എടുക്കാമല്ലോ എന്നാ ചിന്തയിൽ നിന്ന് അതൊന്നും എനിക്ക് തെറ്റി പറ്റിപ്പോയി. അവരെ മുന്നിൽ എല്ലാം ഏറ്റു പറഞ്ഞിട്ട് അവരാ ക്യാമറ അവിടെ അത് എടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥയിലേക്ക് തട്ടിക്കൊണ്ടുപോയിന്ന്. ആ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ വരുന്നതായാലും ഇവർ പോണതായാലും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണിത്? പഠിച്ച കള്ളികളെന്ന് പറഞ്ഞാൽ 3 പഠിച്ച കള്ളികളോ. ഇനിയുണ്ടല്ലോ ആ സ്ഥാപനം ഉണ്ടല്ലോ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് അത് ഉയർന്നിട്ടേ പോവുള്ളൂ. മനസ്സിലായി? അത്രക്കും നല്ല എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ചില ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മോഡൽ എന്ന് പറഞ്ഞാൽ അത്രക്കും എവിടെയും കാണാൻ പറ്റാത്ത ആഭരണങ്ങളാണ് അവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ശരിക്കും സ്വർണത്തിനെ വെല്ലുമതിക്കും എന്ന് പറയില്ലേ നമ്മൾ. ശരിക്കും ഇട്ടാൽ നല്ല ഭംഗിയുണ്ടെന്ന്. ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് നമ്മൾ ചിലവരൊക്കെ ഇതൊക്കെ കണ്ടുമ്പോൾ എനിക്കിത് ഈ വളം ഉണ്ടല്ലോ അത് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്നതാണ്. അപ്പം നമ്മൾ ഒരു സാധനം കണ്ട ഇത് ശരിക്കും കാണുമ്പോൾ ശരിക്കും ഒരു സ്വർണത്തിൻ്റെ ആ ഒരു ഇത് വരുന്നില്ലേ, അത് അതേമാതിരി ചില സാധനങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അതേമാതിരി ദിയാകൃഷ്ണയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ മുന്നേ മൂപ്പരെ വീഡിയോസും കാണണം. അടിപൊളിയായിട്ടുണ്ട്. ദൈവങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയണത്, പടച്ചോനുങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയണത് സത്യമാണ്. സത്യം എപ്പോഴായാലും സത്യം തെളിഞ്ഞാൽ വളരെ അധികം സന്തോഷമുണ്ട്. കാരണം അത് ഈ അവസ്ഥയിലും അതിൻ്റെ ഒരു ഉറക്കമില്ലായ്മയും ഈ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണെങ്കിലും 1-2 രൂപ അല്ല 60-65 ലക്ഷം രൂപ പോയി എന്ന് പറയുമ്പോൾ എത്ര അത് ലോൺ എടുത്തിട്ട് തുടങ്ങിയതാണ്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ലോൺ എടുത്ത് തുടങ്ങിയതായിരുന്നു. എന്തായാലും മോളെ അടിപൊളിയായിട്ടുണ്ട്. പടച്ചോനും ദൈവവും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും. ഓക്കെ ബായ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ പൊട്ടിച്ചോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.